സംഭവം നടക്കുന്നത് ചെന്നൈയിലാണ്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ പെൺകുട്ടി ഗർഭിണിയായി. പ്രസവത്തിന് ശേഷം നാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ഒരല്പം കൂടി സൗകര്യമുള്ള വീട് വേണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നഗരത്തിൽ നിന്നും ഒരല്പം വിട്ടുമാറി ഒരു കുഞ്ഞു വീട് അയാൾ കണ്ടെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വീട് ഭാര്യയ്ക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞു വീട്ടിൽ അവർ താമസം ആരംഭിച്ചു. പതിവ് പോലെ അയാൾ ജോലിക്കായി ഇറങ്ങി. രാവിലെ മുതൽ തിരക്കിലായതുകൊണ്ട് തന്നെ ഭാര്യയും ക്ഷീണിതയായിരുന്നു. അയാൾ പോയ ശേഷം കുഞ്ഞിനെ ഉറക്കാനായി അവൾ കിടന്നു. ക്ഷീണം കൊണ്ട് അവളും ഉറങ്ങിപ്പോയി. പെട്ടെന്ന് കട്ടിലിൽ എന്തോ ഇളകുന്നത് പോലെ തോന്നിയിട്ടാണ് അവൾ മെല്ലെ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് അവൾ കണ്ടത് തൊട്ടടുത്തിരിക്കുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു വൃദ്ധയായിരുന്നു. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയിരിക്കുകയായിരുന്നു അവർ. ശ്വാസം നിലയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഭർത്താവ് പുറത്തു പോയ ശേഷം വാതിലടച്ച് വന്ന് കിടന്നത് അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ അകത്ത് കിടന്നത്? അവൾക്ക് ഭയം തോന്നി. നിങ്ങൾ ആരാണ്? വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചു. അതിനവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും ചോദിച്ചു. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി ഒരു പ്രത്യേക പുഞ്ചിരിയോടുകൂടി ഇരുന്ന അവർക്ക് അതിനും മറുപടി ഉണ്ടായിരുന്നില്ല. അവളെ ഞെട്ടിച്ചുകൊണ്ട് ആരോ വാതിലിൽ മുട്ടി. അവളുടെ പേരാരോ ഉറക്കം വിളിക്കുന്നതും അവൾ കേട്ടു. അത് അവളുടെ ഭർത്താവായിരുന്നു. കിട്ടിയ അവസരത്തിൽ കട്ടിൽ നിന്നും ചാടി അവൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ കുഞ്ഞിനെ മുറിയിൽ തനിച്ചാക്കി പോകുന്നത് ബുദ്ധിയല്ലല്ലോ. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. അവൾ കണ്ടത് കഴുത്ത് മാത്രം തിരിച്ച് തന്നെ നോക്കുന്ന ആ വൃദ്ധയായ സ്ത്രീയെയായിരുന്നു. ഭയന്ന് വിറച്ച അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. മുൻവാതിൽ തുറന്നു. പരിഭ്രമിച്ച ഭാര്യയുടെ മുഖം കണ്ട് അയാൾ ചോദിച്ചു, എന്താണ്? എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു, അകത്തൊരു സ്ത്രീയുണ്ട്. കേട്ടപാട് അയാൾ കുഞ്ഞിനടുത്തേക്ക് ഓടി. പക്ഷെ ആ മുറിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ കുഞ്ഞിനെ എടുത്തു. ഭയന്ന് വിറച്ച ഭാര്യയുടെ മുഖം കണ്ട് അയാൾക്ക് ചിരിയാണ് വന്നത്. അയാൾ പറഞ്ഞു, എന്തൊക്കെയാണ് നീ പറയുന്നത്? എല്ലാം എൻ്റെ തോന്നൽ മാത്രമാണ്. അയാൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ തൻ്റെ കണ്ണുകളെ അവിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഒഴിഞ്ഞ തൊട്ടിലേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ടത് ആ വൃദ്ധയുടെ തലയിലുണ്ടായിരുന്ന ജമന്തി പൂക്കളിൽ ഒന്നായിരുന്നു. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിൽ.